ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പോകുന്നത് വളരെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ധാരാളം പച്ച വിരിച്ച മനോഹരമായ നെൽവയലുകൾ നമുക്ക് കാണാം കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചെറുമനേങ്ങാടുള്ള കൊടക്കല്ല് പറമ്പിലേക്കാണ് ഇന്നത്തെ യാത്ര. പോകുന്ന വഴിയിൽ റോഡിന്റെ രണ്ട് ഭാഗവും കാണാൻ കാടുകൾ പോലെയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ എൻട്രി ഗേറ്റ് കേട്ടോ. കുടക്കല്ല് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഗാലിത്തിക് കാലഘട്ട സ്മാരകങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഈ കുടക്കല്ല് പറമ്പിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ അങ്ങനെ എൻട്രി ഗേറ്റിലൂടെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. നിക്ക് ഒരു കാര്യം പറയാൻ മറന്നു. കുഞ്ചുവിനെ അവിടെ അടുത്ത് കണ്ട ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുഞ്ചു വാശി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് എനിക്കും കുഞ്ചുവിന് ഐസ്ക്രീം വാങ്ങിട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അകത്തേക്ക് പോകാൻ തുടങ്ങി. ഇതാണ് ഫ്രണ്ട്സ് കുടക്കല്ല്. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു വലിയ കല്ല് പോലെ തോന്നും, പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ആദ്യം എനിക്ക് കുടക്കല്ല് കണ്ടപ്പോൾ കൂണു പോലെയാണ് കേട്ടോ തോന്നിയത്. ചില കുടക്കല്ലുകളിൽ നിന്ന് മൺപാത്രങ്ങൾ, ഇരുമ്പ് ആയുധങ്ങൾ, അസ്ഥ്യാവശിഷ്ടങ്ങൾ എന്നിങ്ങനെ പല സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുടക്കല്ലുകൾ 2000 വർഷം പഴക്കമുള്ളതായി ചരിത്ര ഗവേഷകർ വിലയിരുത്തുന്നു. മുകളിൽ കുടയുടെ ആകൃതിയിലുള്ള വലിയ കല്ലും അതിനു താഴെ 3-4 തൂൺ കല്ലുകളോട് കൂടിയതാണ് ഒരു കുടക്കല്ലിന്റെ ആകൃതി. ഞാനും കുഞ്ചോടെ കുറേ നേരം റൗണ്ട് അടിച്ച് കാണും. പിന്നെ ഞങ്ങളവിടെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഒരു കുടക്കല്ലിൻ്റെ ഉൾഭാഗം കണ്ടിട്ട് ഞാൻ കുഞ്ചിനെ വിളിച്ചതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാൻ വെറുതെ ഒന്ന് രസത്തിന് അതിൻ്റെ മേലേക്കൊന്ന് കയറിയിരുന്നു കേട്ടോ. ഇവിടെ കുടക്കല്ലുകൾ അഥവാ അംബ്രല്ല സ്റ്റോൺ, അതുകൂടാതെ ഹാറ്റ് സ്റ്റോണുകളും ഹുഡ് സ്റ്റോണുകളും മൾട്ടിപ്പിൾ ഹുഡ് സ്റ്റോണുകളും ഉണ്ട്.
കുഞ്ചു കുറേ നേരം ഇങ്ങനെ ഓടി നടന്നിട്ട് പിന്നെ ബോറടിച്ചപ്പോൾ 2 വടിയൊക്കെ എടുത്ത് ആള് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല, പക്ഷെ അവിടെ വരുന്നവരുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കണം. ഇതാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ. ഞാനും അച്ഛനൊപ്പം ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാണ് കേട്ടോ. നേരത്തെ കണ്ട ചേട്ടൻ്റെ ഒരു വിശ്രമ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനും കുഞ്ചും കൂടിയിട്ട് അങ്ങോട്ട് കയറി പോവാണ്. എന്നിട്ട് പിന്നെ ഞാനവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കിയപ്പോൾ ഫുള്ളൊരു ആംബിയൻസും പിന്നെ അവിടുത്തെ കൊടക്കല്ലുകളും ഒക്കെ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും എടുത്തു കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച മനുഷ്യരെ ഓർമ്മ വരുന്നു. വലിയൊരു കിണറും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന് നല്ല ആഴവും ഉണ്ട് കേട്ടോ.